സർവകലാശാല സിൻഡിക്കേറ്റിനും രജിസ്ട്രാർക്കുമെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നടപടി ഇന്നുണ്ടായേക്കും. താൽക്കാലിക വിസി ഡോക്ടർ സിസ തോമസ് സർവകലാശാലയിലെ വിവാദ സംഭവങ്ങളിൽ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിന്മേലാണ് നടപടി സ്വീകരിക്കുക. സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാർ, ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ എന്നിവർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. നിയമപരമല്ലാതെ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തിലും ചാൻസലറായ ഗവർണർ നടപടി സ്വീകരിച്ചേക്കും. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, ഗവർണറുടെ നടപടി ഇന്നുണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ്? ദേവിക, ഈ സർവകലാശാല വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വന്ന കാര്യങ്ങളിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് വൈസ് ചാൻസലർ അടക്കമുള്ളവർ നടപടി സ്വീകരിക്കുകയും ആ നടപടിയെ യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറും അസിസ്റ്റന്റ് രജിസ്ട്രാറും ഒന്നും അംഗീകരിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിൽ കൈയിറങ്ങുന്നതും അവിടുത്തെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ തുടർച്ചയായി ഈ പരാതികളും റിപ്പോർട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്, വൈസ് ചാൻസലറുടെയും ഒക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നടപടിക്കൊരുങ്ങുന്നത്. ഈ അതിക്രമങ്ങൾ സംബന്ധിച്ച് അതിൽ കൂടുതൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് പോലീസിനോടും ഗവർണർ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ രജിസ്ട്രാർ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസം തന്നെ VCയുടെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരുന്നത്. അതായത് സസ്പെൻഷനായിട്ടുള്ള രജിസ്ട്രാർ KS അനിൽകുമാർ SFIയുടെയൊക്കെ സഹായത്തോടെ അല്ലെങ്കിൽ SFI ചെയ്യുന്ന രീതിയിൽ അനുവദിക്കുന്ന രീതിയിൽ അവിടെ കയറി ഫയലുകൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഈ അനിൽകുമാർ നേരത്തെ തൻ്റെ പഴയ യൂസർ IDയും പാസ്വേഡും ഒക്കെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി തിരിച്ചെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിവരം എന്നുള്ളത്. തുടർന്ന് അയാൾ ഫയലുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് VC ഇടപെടുകയും ഇനി രജിസ്ട്രാർ വഴി ഒരു ഫയലും എനിക്ക് അയക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. അത് ജോയിന്റ് രജിസ്ട്രാർമാർക്കാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഒരു പഞ്ചാബ് സർവകലാശാല എന്നുള്ളൊരു വിദ്യാർത്ഥിനിയുടെ അടിയന്തര സ്വഭാവമുള്ളൊരു ഫയൽ രജിസ്ട്രാർ വഴി വന്നത് VC തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായി. ജോയിന്റ് രജിസ്ട്രാർമാരോട് ഫയലുകൾ നേരിട്ട് അയക്കാൻ നിർദ്ദേശം നൽകി. അതിനുശേഷം ആ ഫയലിൽ VC നേരിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫയലും രജിസ്ട്രാർ വഴി വന്നാൽ താനത് അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് VCയും എടുക്കുകയാണ്. അങ്ങനെ കൂടുതൽ കടുപ്പിച്ച കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ മിനി കാപ്പിന് VC നേരിട്ട് ചുമതല നൽകിയെങ്കിലും അവർക്ക് ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് KS അനിൽകുമാർ രജിസ്ട്രാറുടെ ഓഫീസിലെത്തുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരവ്, മിനി കാപ്പിനെ രജിസ്ട്രാർ നിയമിച്ചിട്ടുള്ള ഉത്തരവ് സർവകലാശാലയിലെ ഭരണവിഭാഗം തയ്യാറാക്കി നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ തയ്യാറാക്കി നൽകാത്തൊരു സാഹചര്യത്തിലുമാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും SFIയുടെ ഈ അതിക്രമങ്ങൾക്കെതിരെ സിൻഡിക്കേറ്റിൻ്റെ അമിതാധികാര പ്രയോഗത്തിനെതിരെ മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യം കൂടി ഇതിനിടയിലുണ്ട്. ഈ SFI അംഗീകരിക്കാത്ത ആരെയും യൂണിവേഴ്സിറ്റിയിൽ VCയും രജിസ്ട്രാറുമായി ഒന്നും ഇരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കമുള്ള റിപ്പോർട്ട് സ്വീകരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ നിലപാടുകളുമായി ഒന്ന് VC, രണ്ട് ഇടത് സിൻഡിക്കേറ്റിനെതിരെ നിൽക്കുന്ന മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഗവർണറും കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.